വാട്സപ്പിലെ വീഡിയോ കോളിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു ഫീച്ചറാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ഒരു ഫീച്ചർ വാട്സപ്പിനകത്ത് വന്നിട്ട് ഏകദേശം 2 വർഷത്തോളമായി. എങ്കിലും നമ്മളിൽ പലർക്കും ഇപ്പോഴും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ള കാര്യം അറിയില്ല. ഈ ഒരു ഓപ്ഷന്റെ ഉപയോഗം എന്തെന്നാൽ, ഇപ്പോൾ നമ്മുടെ ബന്ധുവിനോ സുഹൃത്തിനോ മറ്റോ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും സംശയമുണ്ടെന്ന് കരുതുക. അപ്പോൾ അവരുടെ മൊബൈൽ സ്ക്രീന് നമുക്ക് വീഡിയോ കോളിലൂടെ കാണിച്ചു തരണമെങ്കിൽ മറ്റൊരു മൊബൈൽ ഫോണിലൂടെ വീഡിയോ എടുത്താൽ മാത്രമേ അവരുടെ മൊബൈൽ ഫോണിലെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റൂ. എന്നാൽ അതിന്റെ ആവശ്യമില്ല. നമ്മൾ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അവരുടെ മൊബൈൽ സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും തത്സമയം നമുക്കും കാണിച്ചു തരാനുള്ള ഒരു ഓപ്ഷനാണ് വാട്സപ്പിന്റെ വീഡിയോ കോളിനകത്തുള്ളത്. ഇതുകൊണ്ടുള്ള പ്രയോജനം പലതാണ്. ഇപ്പൊ അവരുടെ സ്ക്രീനിൽ അവർക്ക് എന്തെങ്കിലും സെറ്റിംഗ്സിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരുടെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഇന്നത് ചെയ്താൽ മതി. അതുപോലെ തന്നെ അവരുടെ മെസ്സേജ് ആണ് വായിച്ചു കൊടുക്കേണ്ടതെങ്കിൽ അവർ മെസ്സേജ് ഓപ്പൺ ചെയ്താൽ നമുക്കും സ്ക്രീനിൽ കാണിക്കും. മെസ്സേജ് ഓപ്പൺ ചെയ്തിട്ട് എന്താണ് മെസ്സേജ് വന്നിട്ടുള്ളത് അത് അവർക്ക് വായിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. എന്തിന് അവരുടെ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്കും സമയം കാണിച്ചു കൊടുക്കാൻ സാധിക്കും. വീഡിയോ കോളിലൂടെ പരസ്പരം സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ ആദ്യത്തെ ഫോണിൽ നിന്ന് സാധാരണ പോലെ തന്നെ രണ്ടാമത്തെ ഫോണിലേക്ക് ഞാൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അവർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അവർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ താഴത്തെ ബാറിൽ ഒരു 3 ഡോട്ട്സ് ഉണ്ടാവും. ആ 3 ഡോട്ട്സിലേക്ക് ക്ലിക്ക് ചെയ്താൽ സ്ക്രീൻ ഷെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവർ അതിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ട് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്ക്രീനിൽ കാണിക്കുന്നത് തത്സമയം നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കാണിക്കാൻ ആരംഭിക്കും. അതായത് ക്യാമറ മാറിയിട്ട് പിന്നെ അവരുടെ മൊബൈൽ ഫോണിൽ കാണിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണിക്കുക. ഞാനിപ്പോൾ മെനുവും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം തത്സമയം വലതുഭാഗത്തുള്ള ഫോണിൽ ആ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഞാൻ സെറ്റിംഗ്സ് ആണ് ഓപ്പൺ ചെയ്യുന്നതാണെങ്കിൽ അതുപോലെ തന്നെ ഇടതുഭാഗത്തെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് തരാം. അതേ കാര്യങ്ങൾ മറ്റേ മൊബൈൽ ഫോണിൽ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ്, ഇങ്ങനെയാണ്, അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പരസ്പരം പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി ഗാലറിയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഇപ്പം ഞാൻ എൻ്റെ ഇപ്പുറത്തെ ഫോണിലെ ഗാലറി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. തത്സമയം ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആ രണ്ടാമത്തെ മൊബൈൽ ഫോണിലും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഇതുപോലെ നമ്മുടെ മൊബൈൽ ഫോണിലെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പരസ്പരം ചർച്ച ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ സ്ക്രീന് അങ്ങോട്ട് ഷെയർ ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ക്രീൻ ഷെയറിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിംഗിൾ ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് ഉണ്ടാകുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് കൊടുക്കണം. എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കണം. ഇത് ആൻഡ്രോയിഡ് 15 ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇതുപോലെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് അവർക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.